നമസ്കാരം. സ്പോട്ട് ലൈവിലേക്ക് സ്വാഗതം. കൊച്ചി അധോലോകത്തെക്കുറിച്ചുള്ള ന്യൂസ് 18 വാർത്തകൾ നിരീക്ഷിച്ച് അന്വേഷണ ഏജൻസികൾ കൊച്ചിയിലെ ഗുണ്ടാ നേതാവ് ഔറംഗസേബിനെ ആന്റി ടെററിസ്റ്റ് സ്ക്വാഡ് ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചു. കൊച്ചി അധോലോകത്തെക്കുറിച്ച് ന്യൂസ് 18നോട് വെളിപ്പെടുത്തിയതിനെ തുടർന്നാണ് ATS നടപടി. പെരുമ്പാവൂർ അനസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചോദിച്ചറിയുകയാണ് ATSന്റെ ലക്ഷ്യം. നാളെ ATSന്റെ കൊച്ചിയിലെ ഓഫീസിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകാനാണ് ഔറംഗസേബിന് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. വാർത്തയുടെ വിശദാംശങ്ങളുമായി ആജ്ഞ രവീന്ദ്രൻ ചേരുന്നുണ്ട്. ആജ്ഞ, പെരുമ്പാവൂർ അനസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതായത് അനസിന്റെ ക്രിമിനൽ പശ്ചാത്തലങ്ങൾ, കൊട്ടേഷൻ പ്രവർത്തനങ്ങൾ, മറ്റ് സ്വർണ്ണക്കടത്ത്, സ്വർണം പൊട്ടിക്കൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ഔറംഗസേബ് ന്യൂസ് 18 നൽകിയ അഭിമുഖത്തിലാണ് ഗുണ്ടാ നേതാവായ ഔറംഗസേബ് വെളിപ്പെടുത്തൽ നടത്തിയത്. ATSന്റെ നീക്കം ഈ പെരുമ്പാവൂർ അനസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയുക മാത്രമാണോ, അതോ കൊച്ചിയിലെ അധോലോകത്തിന്റെ കൊച്ചിയിലെ ഗുണ്ടാ സംഘങ്ങളുടെ മറ്റ് പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ ചോദിച്ചറിയുക എന്നൊരു ദൗത്യം കൂടി, ലക്ഷ്യം കൂടി ATSനുണ്ടോ? ആജ്ഞ. കഴിഞ്ഞ ദിവസം നമ്മൾ പുറത്തുവിട്ട വാർത്തയുടെ അടിസ്ഥാനത്തിൽ, അല്ലെങ്കിൽ ഔറംഗസേബ് നമുക്ക് തന്ന വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ATS ഔറംഗസേബിനെ ചോദ്യം ചെയ്യാൻ കൊച്ചിയിലെ ഓഫീസിലേക്ക് വിളിച്ചു വരുത്തുന്നത്. നാളെയാണ് ചോദ്യം ചെയ്യൽ. ഇതുമായി ബന്ധപ്പെട്ട് പെരുമ്പാവൂർ അനസുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾക്ക് അന്വേഷണത്തിന്റെ ഭാഗമായാണ് ഔറംഗസേബിനെ വിളിക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ പുറത്തുവിട്ട വീഡിയോ അനുസരിച്ചിട്ട്, ഇന്റർവ്യൂ അനുസരിച്ചിട്ട് ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലാണ് ഔറംഗസേബ് ന്യൂസ് 18നോട് നടത്തിയത്. കൊച്ചിയിലെ അധോലോകം, അത് കൈകാര്യം ചെയ്യുന്ന മേഖലകൾ, ഗുണ്ടാ തലവന്മാരുടെ ആക്ടിവിറ്റീസ്, ഇതൊക്കെ നമുക്കറിയാം. കഴിഞ്ഞ കുറേ കാലമായി കൊച്ചി ശാന്തമായിരുന്നു എന്നൊരു വിശ്വാസത്തിൽ നമ്മൾ തുടർന്നു പോകുമ്പോൾ പോലീസും ഇക്കാര്യത്തിൽ അങ്ങേയറ്റം നിഷ്ക്രിയമായിരുന്നു. പെരുമ്പാവൂർ അനസ് ദുബായിലേക്ക് പോകുന്നു, വ്യാജ പാസ്പോർട്ട് ഉപയോഗിച്ച് ദുബായിലേക്ക് പോകുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ വെളിപ്പെടുത്തിയതാണ്. ഈ ഒരു സാഹചര്യത്തിൽ പോലും ഇത്തരം നേരത്തെ പറഞ്ഞതുപോലെ സോഷ്യൽ മീഡിയയിലുള്ള അല്ലെങ്കിൽ റീൽസിലുള്ള വീഡിയോകൾ, ഇത്തരം കാര്യങ്ങളിലൊക്കെ പോലീസിന്റെ നിരീക്ഷണത്തിൽ, അല്ലെങ്കിൽ സാധാരണക്കാർക്ക് പോലും റീച്ചബിൾ ആയിട്ടുള്ള കാര്യങ്ങളിൽ പോലും പോലീസിന്റെ ശ്രദ്ധ എത്തിയിട്ടില്ല എന്ന് വേണം പറയാൻ. ഇത്തരം ഒരു സാഹചര്യത്തിൽ പോലും ന്യൂസ് 18 പുറത്തുവിട്ട വാർത്തയെ തുടർന്ന്, അല്ലെങ്കിൽ ന്യൂസ് 18നോട് ഔറംഗസേബ് നടത്തിയ വെളിപ്പെടുത്തലിനെ തുടർന്ന് 8 വർഷമായിട്ട് ഈ പറയുന്ന പെരുമ്പാവൂർ അനസിന്റെ വലങ്കൈയായിരുന്ന ഔറംഗസേബ് നടത്തിയ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് മുൻപും ഇദ്ദേഹത്തിന്, അതായത് പെരുമ്പാവൂർ അനസിനെതിരെ ഭീകരവാദ കേസുകളും ലഹരി കേസുകളും ഒക്കെ നിലനിൽക്കുന്ന സാഹചര്യങ്ങളുണ്ട്. ഉണ്ണിക്കുട്ടൻ കൊലപാതകത്തിലെ കൂട്ടുപ്രതിയാണ് അനസ്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിലനിൽക്കുമ്പോൾ തന്നെ ഇത്തരം വലിയ ഒരു വെളിപ്പെടുത്തൽ ഔറംഗസേബ് നടത്തിയ സാഹചര്യത്തിലായിരിക്കണം ഒരുപക്ഷെ ATS നാളെ ചോദ്യം ചെയ്യലിന് ഔറംഗസേബിനെ കൊച്ചിയിലെ ഓഫീസിലേക്ക് വിളിച്ചു വരുത്തിയിരിക്കുന്നത്. നാളെ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ കൊച്ചിയിലെ ആന്റി ടെറർ സ്ക്വാഡിന്റെ ഓഫീസ് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ഔറംഗസേബിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പക്ഷേ ഇവിടെയും നമ്മൾ കാണേണ്ട കാര്യം, ഇപ്പോൾ ഈ വാർത്ത ന്യൂസ് 18 പുറത്തുവിട്ടതിന് പിന്നാലെ വിവിധ അന്വേഷണ ഏജൻസികളൊന്നും ഉണർന്നിട്ടുണ്ട്. അനസിനെ പോലെ ഒരു കൊടും കുറ്റവാളി, ഒരു ഗുണ്ടാ തലവൻ നാടുവിട്ട പശ്ചാത്തലം നമുക്കറിയാം. ഏതാനും മാസങ്ങൾക്ക് മുൻപാണ് ഇയാൾ കൊച്ചിയിൽ നിന്നും നാടുവിട്ടത്. തമിഴ്നാട്ടിലും കർണാടകയിലുമായി വിവിധ സ്ഥലങ്ങളിൽ കഴിയുകയായിരുന്നു. പിന്നീടാണ് കഴിഞ്ഞ ആഴ്ച അനസിന്റെ വീഡിയോകൾ പുറത്തു വന്നത്. ദുബായിൽ പുതിയ ബിസിനസ് സംരംഭം ആരംഭിച്ചതിന്റെ വീഡിയോകൾ പുറത്തു വന്നത്, സിനിമാ താരങ്ങൾക്കൊപ്പം പ്രത്യക്ഷപ്പെട്ട വീഡിയോകളൊക്കെ പുറത്തു വന്നത്. ഈ ദൃശ്യങ്ങളൊക്കെ ഇപ്പോൾ നമ്മൾ തന്നെ ഇന്നലെ ഇതുമായി ബന്ധപ്പെട്ട തെളിവുകൾ സഹിതം പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിച്ചതാണ്. യഥാർത്ഥത്തിൽ നമ്മുടെ അന്വേഷണ ഏജൻസികളുടെ ഒരു വീഴ്ചയായിട്ട് കാണേണ്ടതല്ലേ ഈ അനസിനെ പോലെ ഒരു കൊടും കുറ്റവാളി ഈ രീതിയിൽ നാടുവിടാനുള്ള ഒരു പശ്ചാത്തലം കൂടി പരിശോധിക്കുമ്പോൾ ഇത് അന്വേഷണ ഏജൻസികളുടെ ഒരു വീഴ്ച തന്നെയല്ലേ ആജ്ഞ? അതെ ടോം, നമുക്ക് അങ്ങനെ വേണം വിലയിരുത്താൻ. ഇതൊരു അന്വേഷണ ഏജൻസികളുടെ വീഴ്ചയായി തന്നെ വേണം ഇക്കാര്യത്തെ വിലയിരുത്താൻ. കാരണം അനസിനെ പോലെയുള്ള ഒരു കൊടും കുറ്റവാളി അല്ലെങ്കിൽ ഒരു ഗുണ്ടാ തലവൻ ഇവിടെ കേരളത്തിൽ നിന്ന്, അല്ലെങ്കിൽ കാപ്പ ചുമത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്ന സാഹചര്യം മുതലെടുത്ത് തമിഴ്നാട്ടിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ കർണാടകത്തിൽ ചെന്നിട്ട് വ്യാജ ആധാർ കാർഡും
ID കാർഡുകൾ ഉണ്ടാക്കുന്നു, വ്യാജ പാസ്പോർട്ടുകൾ ഉണ്ടാക്കുന്നു, ഇത് വെച്ചിട്ട് ദുബായിലേക്ക് പോകുന്നു, അവിടെ ബിസിനസ് സംരംഭങ്ങൾ ഉണ്ടാക്കുന്നു. അത് ഇവിടുത്തെ മലയാളികളായ നമ്മുടെ തന്നെ സിനിമാ താരങ്ങളുടെ സഹായത്തോടെ അല്ലെങ്കിൽ ഷിയാസ് കരീം എന്ന് പറയുന്ന സിനിമാ താരത്തിന്റെ സഹായത്തോടെയാണെന്ന് കേൾക്കുന്നു. അദ്ദേഹമാണ് ദുബായിൽ അനസിന് വേണ്ട സാഹചര്യങ്ങൾ ഒരുക്കി കൊടുത്തു എന്ന് കേൾക്കുന്നു. ഇങ്ങനത്തെയുള്ള സാഹചര്യത്തിൽ നമ്മൾ കണ്ട, അതായത് പെരുമ്പാവൂർ അനസിന്റെ ബിസിനസ് സംരംഭത്തിന്റെ വീഡിയോകൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചതനുസരിച്ചിട്ട് നമ്മൾ കണ്ട വീഡിയോകളിലെല്ലാം ഈ ശ്വേതാ മേനോൻ, മാളവിക, അതുപോലെ സ്വാസിക, വിനയ് ഫോട്ടോ തുടങ്ങിയ പ്രശസ്തരായ സിനിമാ താരങ്ങളൊക്കെ ആ വീഡിയോയിൽ ഉണ്ടായിരുന്നു എന്നുള്ളതും ശ്രദ്ധേയമാണ്. ഇത്രയൊക്കെ സാഹചര്യങ്ങൾ ഉണ്ടായിട്ട് പോലും ഇത്ര വലിയ, അതായത് കൊച്ചിയെ എക്കാലവും ഭയപ്പെടുത്തുന്ന ഗുണ്ടാ വിളയാട്ടം നടന്നിരുന്ന കാലഘട്ടത്തിൽ രജിസ്റ്റർ ചെയ്ത പേരുകളിൽ ഒന്നാണ് ഈ പെരുമ്പാവൂർ അനസിൻ്റെത്. ഇങ്ങനെയുള്ള ഒരാൾ ദുബായിൽ സോഷ്യൽ മീഡിയയിൽ കൂടി അല്ലെങ്കിൽ റീൽസിൽ കൂടി തൻ്റെ വീഡിയോകൾ പുറം ലോകത്തിന് കാണിച്ചു കൊടുത്തുകൊണ്ട് താൻ ഇങ്ങനെയൊക്കെയാണ് ജീവിക്കുന്നത്, ഞാൻ ഇവിടെയുണ്ട് എന്ന് വെളിപ്പെടുത്തുന്ന തരത്തിലുള്ള നീക്കങ്ങൾ ഉണ്ടായിട്ട് പോലും പോലീസിൻ്റെ ഭാഗത്തുനിന്നും അങ്ങേയറ്റം നിഷ്ക്രിയത്വമാണ് ഉണ്ടായിരുന്നത് എന്ന് മനസ്സിലാക്കുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് ഈ കാര്യങ്ങൾ വിരൽ ചൂണ്ടുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമ്മൾ പുറത്തുവിട്ട വീഡിയോയുടെ അല്ലെങ്കിൽ ഔറംഗസേബിന്റെ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ATS ഇങ്ങനെ ഒരു ചോദ്യം ചെയ്യലിന് ഔറംഗസേബിനെ വിളിക്കുന്ന ഒരു സാഹചര്യത്തിന് വളരെയേറെ പ്രാധാന്യമുണ്ട്. കാരണം ഇനിയും പോലീസ് നിഷ്ക്രിയമായിരുന്നാൽ ഒരു പക്ഷേ അതിന് അങ്ങേയറ്റം ജാഗ്രതയോടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമെന്നൊരു ബോധ്യം അവർക്ക് വന്നിട്ടുണ്ടാകാം. അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ മാധ്യമങ്ങൾ ചർച്ച ചെയ്തു, നമ്മൾ നമ്മുടെ ന്യൂസ് 18-ലൂടെ ലോകത്തിലേക്ക് എത്തിക്കുന്നു, പുറം ലോകത്തേക്ക് ഈ വാർത്ത എത്തിക്കുന്നു. ഈ ഒരു സാഹചര്യത്തിൽ ഇതിനകത്ത് നിഷ്ക്രിയത്വം പാലിച്ചാൽ അത് ചോദ്യം ചെയ്യപ്പെടുന്നൊരു ബോധം പോലീസിനുണ്ടായേക്കാം. ഒരു പക്ഷേ അതുകൊണ്ട് കൂടി ആയിരിക്കാം ഇതിലൊന്നും നടപടിയൊന്നും കൈക്കൊണ്ടില്ല എന്നൊരു തോന്നൽ പൊതുജനത്തിന് ഉണ്ടാകണ്ട, പൊതുസമൂഹത്തിന് ഉണ്ടാകണ്ട എന്നൊരു സാഹചര്യം കൂടി മുന്നിൽ കണ്ടുകൊണ്ടായിരിക്കും ഒരു പക്ഷേ ATS നാളെ ഔറംഗസേബിനെ ചോദ്യം ചെയ്യലിന് വിളിച്ചിട്ടുണ്ടായിരുന്നത്. ATS വിളിക്കുമ്പോൾ തന്നെ അതിൽ തീവ്രവാദ തീർച്ചയായും. പക്ഷേ ആജ്ഞ ഇത് ഒരു നിസ്സാര സംഭവമല്ല, ഏറെ ഞെട്ടിപ്പിക്കുന്ന ഒരു വെളിപ്പെടുത്തലായിരുന്നു. പോലീസ് നമ്മുടെ അന്വേഷണ ഏജൻസികളടക്കം ഏറെ ഗൗരവമായി കാണേണ്ട ഒരു വിഷയമാണ്. കാരണം ഔറംഗസേബ് പറഞ്ഞത് ഈ പെരുമ്പാവൂർ അനസിനെ പോലുള്ള ഗുണ്ടാ നേതാക്കന്മാർക്ക് തണലൊരുക്കുന്നത് ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളാണ്, സിനിമാ മേഖലയുമായിട്ടുള്ള ബന്ധം, പോലീസ് അവർക്ക് സംരക്ഷണം ഒരുക്കുന്നു, അതല്ലെങ്കിൽ പല കേസുകളിലും പോലീസ് ഉന്നതരുടെ പോലും സഹായങ്ങൾ ലഭിക്കുന്നു തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഔറംഗസേബ് വിശദീകരിച്ചിരുന്നു. സ്വാഭാവികമായും ഈ ഔറംഗസേബിന്റെ വെളിപ്പെടുത്തലിന് പിന്നാലെ ഈ കൊച്ചിയിലെ അധോലോകത്തെക്കുറിച്ചുള്ള അന്വേഷണം മറ്റ് തലങ്ങളിലേക്കും നീങ്ങുമോ, അതോ സാധാരണഗതിയിൽ ഇത് ഏതാനും പേരിലേക്ക് മാത്രം അന്വേഷണം ഒതുങ്ങി പ്രമുഖരെ സംരക്ഷിക്കുന്ന ഒരു നടപടിയായിരിക്കുമോ സ്വീകരിക്കാൻ പോകുക, അതോ ഈ സിനിമാ മേഖലയുമായിട്ടുള്ള ബന്ധമടക്കം പരിശോധിക്കാനുള്ള സാധ്യതയുണ്ടോ ആജ്ഞ? ടോം സൂചിപ്പിച്ചതുപോലെ ഇപ്പോൾ ഈ പോലീസ് ഈ കാര്യത്തിൽ ഒന്ന് ആക്റ്റീവ് ആയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ ഇവിടെ അതായത് കാപ്പ ചുമത്തിയിട്ടുള്ള ആരൊക്കെയാണ് ഇപ്പോൾ ആക്റ്റീവായിട്ടുള്ളത്, അല്ലെങ്കിൽ ജയിൽ ശിക്ഷ കഴിഞ്ഞിട്ടുള്ള പലതരം ശിക്ഷകളിൽ കാപ്പ ഉൾപ്പെടെയുള്ള കുറ്റങ്ങൾ ചുമത്തിയ കാപ്പ ഉൾപ്പെടെയുള്ള നടപടികൾ എടുത്തിട്ടുള്ള ഗുണ്ടകളിൽ അല്ലെങ്കിൽ റൗഡികളിൽ ആരൊക്കെയാണ് കൊച്ചിയിൽ ആക്റ്റീവായിട്ടുള്ളത് എന്നതിൻ്റെയും അവരെ ഒരു സ്കെച്ച് ചെയ്തിട്ട് അവരെ ഒരു അന്വേഷണത്തിന് പരിധിയിൽ കൊണ്ടുവരാൻ വേണ്ടി സിറ്റി പോലീസ് കമ്മീഷണറുടെ നേതൃത്വത്തിൽ ഒരു സ്ക്വാഡ് രൂപീകരിച്ചിട്ടുണ്ടായിരുന്നു. ആ സ്ക്വാഡിൻ്റെ കണക്കനുസരിച്ചിട്ട് കൊച്ചിയിൽ മാത്രം അവർ സ്കെച്ച് ചെയ്തിട്ടുള്ള 300ഓളം പേരെയാണ്, 300 ഗുണ്ടകളെയാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇവർ വെളിപ്പെടുത്തിയതനുസരിച്ച് ഇവിടെ തന്നെ ഈ പെരുമ്പാവൂർ അനസ് തന്നെ സംരക്ഷണം നൽകുന്നത്, അല്ലെങ്കിൽ അവർ തന്നെ വളർത്തിക്കൊണ്ടുവരുന്ന ഒരു സംഘം തന്നെ ഏതാണ്ട് അത്രത്തോളം വരും, അല്ലെങ്കിൽ അതിനു മേലെ വരുമെന്ന് വരുന്ന ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഔറംഗസേബിന്റെ വെളിപ്പെടുത്തലിന് അങ്ങനെ ഈ പറഞ്ഞതുപോലെ 8 വർഷം പെരുമ്പാവൂർ അനസിന്റെ വലം കൈയായിരുന്ന ആളാണ്. അതുകൊണ്ട് അയാൾ ഏതൊക്കെ മേഖലയിൽ പ്രവർത്തിച്ചു, അല്ലെങ്കിൽ ഗുണ്ടാ സംഘങ്ങൾ ഏതൊക്കെ മേഖലയിൽ സ്വർണം പൊട്ടിക്കലാണോ, അതല്ലെങ്കിൽ കള്ളക്കടത്താണോ, അല്ലെങ്കിൽ ലഹരിക്കടത്താണോ, തീവ്രവാദ ബന്ധമാണോ, ഇത്തരം കാര്യങ്ങളിലൊക്കെ വളരെ വ്യക്തമായി പോലീസിനെ ലീഡ് ചെയ്യാനുള്ള സാഹചര്യം ഒരുക്കാൻ ഔറംഗസേബിന് കഴിയുമെന്നാണ് മനസ്സിലാക്കുന്നത്. നമ്മളോട് നടത്തിയ വെളിപ്പെടുത്തലനുസരിച്ച് അങ്ങനെയുള്ളൊരു സാഹചര്യത്തിലേക്കാണ് അത് നയിക്കുന്നത്. ആ ഒരു സാഹചര്യത്തിൽ പോലും
ഈ പറയുന്ന അനസിനെ പറ്റി അന്വേഷിക്കാൻ ഒരു ചെറിയ തരത്തിലുള്ള എന്തെങ്കിലും ഒരു ചെറുവിരൽ അരക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് മാത്രമാണ് പോലീസ് നീങ്ങിയിട്ടുള്ളത് എന്നുള്ള കാര്യവും കണ്ടറിയണം. ഇപ്പോൾ ടോം സൂചിപ്പിച്ചതുപോലെ സംരക്ഷിക്കാൻ വലിയ ആളുകൾ ഇവരുടെ പിന്നാലെ ഉള്ളത് ഒരു വെല്ലുവിളിയായി പോലീസിന് മുന്നിൽ ഉണ്ടാകുമോ, അതല്ലെങ്കിൽ പോലീസ് അവരുടെ ഡ്യൂട്ടി തീർക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് മാത്രമാണോ, അതോ ഇത്തരത്തിൽ കാര്യമായ അന്വേഷണം നടക്കുമോ? ഇത്തരം കാര്യങ്ങളൊക്കെ കണ്ടറിയണം. എന്തായാലും നാളെ ATS ഔറംഗസേബിനെ ചോദ്യം ചെയ്യാൻ വിളിച്ചിട്ടുണ്ട്. ചോദ്യം ചെയ്യൽ ATS ചോദ്യം ചെയ്യുന്നു എന്നുള്ളത് നിസ്സാര കാര്യമായി കണക്കാക്കേണ്ട കാര്യമില്ല. ഇങ്ങനെ തീവ്രവാദ ബന്ധമുള്ള അല്ലെങ്കിൽ അത്തരത്തിലുള്ള സാഹചര്യങ്ങളിലാണ് ATS ഇങ്ങനെ ഒരു നിലപാടെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നാളെ ഔറംഗസേബിനെ ചോദ്യം ചെയ്യാൻ വിളിക്കും. നാളെ അദ്ദേഹം ഹാജരായ ശേഷം മാത്രമേ ഇക്കാര്യത്തിൽ പോലീസ് നിലപാട് കൂടുതൽ വ്യക്തമാക്കാനാവുകയുള്ളൂ. ആജ്ഞ, നമ്മൾ ഇന്നലെ തന്നെ ഈ പെരുമ്പാവൂർ അനസ് വ്യാജ പാസ്പോർട്ടിൽ വ്യാജ രേഖകൾ, ജനന സർട്ടിഫിക്കറ്റും ആധാർ കാർഡും നിർമ്മിച്ച് വ്യാജ പാസ്പോർട്ടിൽ വിദേശത്തേക്ക് കടന്നതായിട്ടുള്ള കൃത്യമായ തെളിവുകൾ സഹിതം നമ്മൾ പുറത്തുവിട്ടിരുന്നു. സ്വാഭാവികമായും ഇത് ദേശീയ അന്വേഷണ ഏജൻസികളുടെയും പരിധിയിൽ വരേണ്ട ഒരു വിഷയമാണ്. മറ്റ് ഏജൻസികളും, അതായത് ഇമിഗ്രേഷൻ ഡിപ്പാർട്ട്മെന്റ് അടക്കം ഈ അനസിന്റെ പാസ്പോർട്ട് റദ്ദാക്കുന്ന ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കേണ്ടതല്ലേ? ആ ഒരു രീതിയിലുള്ള നിരീക്ഷണവും അതല്ലെങ്കിൽ കാര്യങ്ങളിലേക്ക്, നടപടികളിലേക്കും ദേശീയ ഏജൻസികൾ കടക്കുമെന്ന് പ്രതീക്ഷിക്കാമോ? ഔറംഗസേബിന്റെ വെളിപ്പെടുത്തൽ അനുസരിച്ചിട്ട് അല്ലെങ്കിൽ നമ്മൾ ഏറെ ചെയ്തതനുസരിച്ചിട്ട് ഇതൊരു ചെറിയ പ്രശ്നമായിട്ട് കണക്കാക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ടോം സൂചിപ്പിച്ചതുപോലെ ഇപ്പോൾ ATS ചോദ്യം ചെയ്യാൻ വിളിക്കും. നാളെ ദേശീയ ഏജൻസികൾ ഇതിൽ ഇടപെട്ടേക്കാം. ഈ പറഞ്ഞതുപോലെ വ്യാജ പാസ്പോർട്ട് ഉണ്ടാക്കുന്നു, അതും ഒരു ഗുണ്ടാ തലവൻ വ്യാജ പാസ്പോർട്ട് ഉണ്ടാക്കി, വ്യാജ ആധാർ കാർഡും വ്യാജ ജനന സർട്ടിഫിക്കറ്റും ഉണ്ടാക്കി, വ്യാജ പാസ്പോർട്ട് ഉണ്ടാക്കി, കർണാടകയിൽ വ്യാജ പാസ്പോർട്ട് നിർമ്മിച്ച് വിദേശത്തേക്ക് കടക്കുന്നു. അവിടെ സുരക്ഷിതമായ ഒരു താവളം ഉണ്ടാക്കുന്നു. അവിടെയും ഈ പറഞ്ഞതുപോലെ അദ്ദേഹത്തിൻ്റെ ബിസിനസ് സംരംഭങ്ങൾ സിനിമാ താരങ്ങളുടെയും മറ്റു പ്രബലരുടെയും പിന്തുണയോടുകൂടി അങ്ങനത്തെ ഒരു സാമ്രാജ്യം ഉണ്ടാക്കുന്നു. അങ്ങനെ ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഈ സാഹചര്യത്തിൽ പ്രത്യേകിച്ചും തീവ്രവാദ കേസുകളുമായി ബന്ധപ്പെട്ടുള്ള ഒരു തെളിവ് അദ്ദേഹത്തിനെതിരെ, അനസിനെതിരെ കൊണ്ടുവരാൻ പറ്റിയാൽ ഈ പറഞ്ഞതുപോലെ വ്യാജ പാസ്പോർട്ട് എന്നുള്ള കാര്യം തെളിഞ്ഞാൽ തന്നെ അത് റദ്ദാകുന്ന ഒരു സാഹചര്യമുണ്ട്. അതുപോലെ അനസിനെ പോലീസിന് ഇന്ത്യയിലേക്ക് തിരിച്ചു വിളിക്കാനുള്ള സാഹചര്യം ഇപ്പോൾ ഒരു പ്രതികരണം, അതായത് കഴിഞ്ഞ ദിവസം ഔറംഗസേബ് ന്യൂസ് 8 നൽകിയ അഭിമുഖത്തില് 300ഓളം യുവാക്കൾ പെരുമ്പാവൂർ അനസിന്റെ സംഘത്തിൽ മാത്രമുണ്ട് എന്ന് ഔറംഗസേബ് തുറന്നു പറഞ്ഞിരുന്നു. അതായത് പോലീസിന്റെ നിരീക്ഷണത്തിലുള്ളവരാണ്, നിരവധി ക്രിമിനൽ കേസുകളിൽ ഉൾപ്പെട്ടിട്ടുള്ള സംഘങ്ങളാണ്, അവരിലേക്കും അന്വേഷണം നീങ്ങേണ്ടതാണ്. എന്തായാലും എന്താണ് അന്ന് കഴിഞ്ഞ ദിവസം ന്യൂസ് 8 നൽകിയ അഭിമുഖത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് പെരുമ്പാവൂർ അനസിന്റെ ഈ ഒരു സാമ്രാജ്യത്തെ സംബന്ധിച്ച് കൊച്ചിയിലെ കഴിഞ്ഞ 10 വർഷത്തിനിടെ ഈ ഗുണ്ടാ തലവന്മാർക്കിടയിൽ രാജാവെന്ന പരിവേഷം സ്വയം സൃഷ്ടിച്ചെടുത്ത പെരുമ്പാവൂർ അനസിനെ സംബന്ധിച്ചുള്ള ഒരു പ്രതികരണം, ആ പ്രതികരണത്തിലേക്ക് ഒരിക്കൽ കൂടി. ഈ എത്ര പേര് ഈ പെരുമ്പാവൂർ അനസിന്റെ ഗ്യാങ്ങിൽ, ഇപ്പൊ നിങ്ങൾ ഉൾപ്പെടെ നിങ്ങൾ ഉണ്ടായിരുന്ന സമയത്ത്, ഔറംഗസേബ് ആ ഗ്യാങ്ങിൽ ഉണ്ടായിരുന്ന സമയത്ത് എത്രത്തോളം ചെറുപ്പക്കാര് ഈ പെരുമ്പാവൂർ അനസിന്റെ ഗ്യാങ്ങിൽ ഉണ്ടായിരുന്നു? ലോക്കലൊക്കെ ആണെങ്കിൽ തന്നെ ഒരു 100-300 പേരുണ്ടായിരുന്നു. 300ഓളം പേരുണ്ട്. ഉണ്ടായിരുന്നു. അത് ഈ നെറ്റ്വർക്കിൽ തന്നെ ഉള്ളവരാണ്? എറണാകുളം പെട്ടെന്ന് വിളിച്ചു ആലുവ, എറണാകുളം, പെരുമ്പാവൂർ ഇതിൽ തന്നെ ഉണ്ടായിരുന്നു. 300ഓളം പേര് ഉണ്ടായിരുന്നു. പിന്നെ സ്ഥിരമായിട്ട് വണ്ടികളായിട്ട് വന്നത് 8 വണ്ടിയും അതിൽ അത്തരം പിള്ളേർ, അത്രയും 100 പിള്ളേരത് ഇല്ലല്ല, ഒരു 10-40 പിള്ളേര് കൂടെ എപ്പോഴും ഉണ്ടാവും. എപ്പോഴും അനസിനോടെ കാണും. അത് അങ്ങനെ അവർക്ക് ഇത് കൊടുക്കുന്നത് എങ്ങനെയാണ്? ഡെയിലി അവരുടെ കൂടെ ഈ പ്രവർത്തിക്കാൻ വേറെ ഡെയിലി അങ്ങനെ ശമ്പളം അങ്ങനെയൊന്നുമല്ല. എന്തെങ്കിലും വർക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതിൽ ചേർ, അല്ലാതെ ഡെയിലി അങ്ങനെ പേയ്മെന്റ് ആയിട്ട് വെക്കുന്ന ആൾക്കാരൊന്നുമില്ല. അനസിന്റെ വലങ്കയായിരുന്നു. അനസിന്റെ വലങ്കി അവസാനം വരെ ഒരുമിച്ചുണ്ടായിരുന്ന ആള്. എല്ലാരും വിട്ടു പോയപ്പോഴും ഞാൻ അവസാനം വരെ ഉണ്ടായിരുന്നു. ലാസ്റ്റ് ടൈമിൽ ഇപ്പൊ ഗൾഫിൽ പോണതിനും ഒരു മാസം മുമ്പ് വരെ. വീണ്ടും ആജ്ഞ രവീന്ദ്രനിലേക്ക്. ആജ്ഞ, ഔറംഗസേബ് പറയുന്നതനുസരിച്ച് 300ഓളം പേർ ആലുവ പെരുമ്പാവൂർ കേന്ദ്രീകരിച്ച് മാത്രം 300ഓളം പേർ പെരുമ്പാവൂർ അനസിന്റെ കീഴിലുണ്ടെന്ന് പറയുന്നുണ്ട്. സ്വാഭാവികമായും ATS വരും ദിവസങ്ങളിൽ ഔറംഗസേബിനെ ചോദ്യം ചെയ്യുന്നുണ്ട്. ഇവരുടെ മറ്റു പശ്ചാത്തലങ്ങൾ, ക്രിമിനൽ പശ്ചാത്തലങ്ങൾ സംബന്ധിച്ചും ഈ കൊച്ചിയിലെ അധോലോകത്തെ സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുമെന്നൊരു പ്രതീക്ഷ ATSനുണ്ടോ ആജ്ഞ?
നാളെ ഔറംഗസേബിനെ ചോദ്യം ചെയ്ത ശേഷം ഈ കാര്യത്തിൽ കൂടുതൽ വ്യക്തത ഉണ്ടാവുകയുള്ളൂ കേട്ടോ. ഔറംഗസേബിനെ ചോദ്യം ചെയ്യുന്നതിൻ്റെ സാഹചര്യം നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിരുന്നു. ഇത് തീവ്രവാദ പ്രവർത്തനങ്ങളുമായി ബന്ധമുണ്ടോ? ലഹരിക്കടത്തിൽ അദ്ദേഹത്തിന് പെരുമ്പാവൂർ അനസിന് ലഹരിക്കടത്ത് കേസുകളുമായിട്ട് തീവ്രവാദ കേസുകളുമായിട്ട് നേരത്തെ ബന്ധമുണ്ട് എന്നൊരു സാഹചര്യം കൂടി ഉള്ളത് കൊണ്ടാണ് ഇപ്പോൾ ഔറംഗസേബിനെ ചോദ്യം ചെയ്യാൻ, പ്രത്യേകിച്ചും ന്യൂസ് 8 നടത്തിയ വെളിപ്പെടുത്തലിൻ്റെ അടിസ്ഥാനത്തിൽ ഔറംഗസേബിനെ ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ട് ATS വിളിച്ചിട്ടുള്ളത്. എന്നാൽ നമ്മൾ കഴിഞ്ഞ ദിവസം ഇതേ കാര്യം പറഞ്ഞിരുന്നു. അതായത് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഉണ്ടാകുന്ന ഈ പൊതുജനത്തിന് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാകുന്ന തരത്തിൽ മോഷണ കേസുകൾ അല്ലെങ്കിൽ പിടിച്ചുപറി അല്ലെങ്കിൽ അങ്ങനത്തെയുള്ള കേസുകളിലൊക്കെ ഇത്തരത്തിൽ ജയിലിൽ പോയി അല്ലെങ്കിൽ കാപ്പ ചുമത്തി അല്ലെങ്കിൽ ഒരു കുറ്റം ചെയ്തിട്ട് ജയിലിൽ നിന്നിറങ്ങി പുറത്തേക്ക് വന്നു, മറ്റൊരു കുറ്റം, അങ്ങനെ നിരന്തരം ഇങ്ങനെ ജയിലിൽ തന്നെ ആശ്രയിച്ച് ജീവിക്കുന്ന ഗുണ്ടാ സംഘങ്ങളുടെ ഒരു വിളയാട്ടം തന്നെ കേരളത്തിൽ ഉണ്ടാകുന്നു എന്നൊരു നിരീക്ഷണം കൂടി കഴിഞ്ഞ ദിവസങ്ങളിൽ ചർച്ച ചെയ്തതാണ്. അതുകൊണ്ട് തന്നെ ഈ പോലീസ് കുറച്ചും അലേർട്ടായിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. ഇപ്പോൾ ഞാൻ കുറച്ചു മുൻപേ സൂചിപ്പിച്ചതുപോലെ കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണറുടെ നേതൃത്വത്തിലുള്ള സ്ക്വാഡ് അത് ഓരോ ജില്ലയിലും ആ ഒരു തരത്തിലേക്ക് വ്യാപിക്കാനുള്ള സാഹചര്യമുണ്ട്. ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞ ഔറംഗസേബിൻ്റെ വെളിപ്പെടുത്തൽ അനുസരിച്ചിട്ട് ATSന്റെ ചോദ്യം ചെയ്യൽ എങ്ങോട്ടാണ്, അല്ലെങ്കിൽ ATS ലക്ഷ്യം വെക്കുന്നത് എന്താണ്? ഇപ്പോൾ വ്യാജ പാസ്പോർട്ട് ഉണ്ടാക്കിയ സാഹചര്യത്തിൽ ദേശീയ ഏജൻസികൾ ഇതിൽ ഇടപെടുമോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ വരും ദിവസം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുമെന്നാണ്. പോലീസ് പ്രത്യേകിച്ചും ഇക്കാര്യം വളരെ സീരിയസ് ആയിട്ടാണ് ഈ കാര്യം എടുത്തിട്ടുള്ളതെങ്കിൽ അതിന് റിസൾട്ട് ഉണ്ടാവാൻ തന്നെയാണ് സാധ്യത. അതല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ വാർത്ത ഏറെ ചെയ്തു, അത് ആളുകൾ ചർച്ച ചെയ്യുന്നു. ആ ഒരു സാഹചര്യത്തിൽ അതിന് വേണ്ടുന്ന ഒരു പേരിന് വേണ്ടിയുള്ള ഒരു നടപടി മാത്രമാണെങ്കിൽ അതിന് അധികം ആയുസ് ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. എങ്കിൽ പോലും പോലീസ് ഇക്കാര്യത്തിലൊന്ന് അലേർട്ടായിട്ടുണ്ട് എന്ന് വേണം. ഇക്കാര്യത്തിൽ എന്ന് പറഞ്ഞാൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള ഗുണ്ടാ വിളയാട്ടത്തിൽ ഒരു തടയിടണം എന്നൊരു ധാരണ അല്ലെങ്കിൽ എന്നൊരു രീതി അല്ലെങ്കിൽ എന്നൊരു ആംഗിളിലേക്ക് പോലീസ് ഇപ്പോൾ എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഈ പറഞ്ഞ കാര്യത്തിൽ ATS ഔറംഗസേബിനെ ചോദ്യം രവീന്ദ്രൻ സൂചിപ്പിച്ചതുപോലെ പോലീസ് ഒന്ന് ഉണർന്നിട്ടുണ്ട്. ന്യൂസ് 18 കൊച്ചിയിലെ അധോലോകത്തെക്കുറിച്ചുള്ള വാർത്തകൾ പുറത്തുവിട്ടതിന് പിന്നാലെയാണ് ആന്റി ടെററിസ്റ്റ് സ്ക്വാഡ് ഔറംഗസേബിനെ, പെരുമ്പാവൂർ അനസിന്റെ ഗുണ്ടാ സംഘത്തിലുണ്ടായിരുന്ന ഔറംഗസേബിനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിരിക്കുന്നത്. പെരുമ്പാവൂർ അനസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, മറ്റ് ഗുണ്ടാ സംഘങ്ങളുമായി ബന്ധപ്പെട്ട അവരുടെ ഇടപാടുകളടക്കം പരിശോധിക്കുകയാണ് ATSന്റെ ലക്ഷ്യം.